യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സുഹൃത്തുക്കൾ. നല്ല എട്ടിന്റെ മണി കിട്ടിയിട്ടുള്ളത് 360 ഡിഗ്രിയിൽ വട്ടത്തിലെ കുഴപ്പമായോ? തൊപ്പി ലഹരി സൂക്ഷിച്ചു എന്നാണ് പരാതി. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ വീഡിയോയിൽ പ്രദർശിപ്പിച്ചു. നിനക്ക് തലയ്ക്ക് വെളിവില്ലേ? അല്ല, തലയ്ക്ക് വെളിവില്ല നിനക്ക്? എവിടെ നിന്ന് കിട്ടിട ഇങ്ങനെയുള്ളവന്മാരേക്ക? ഇത് എങ്ങനെ കറക്റ്റ് എന്റെ ടീമിൽ തന്നെ ഒന്ന് കേറി? MRZ ഗ്യാങ്ങിൽ ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ്, ഷമീർ എന്നിവരാണ് ആരോപണവുമായി രംഗത്ത് എത്തിയത്. ഞാൻ എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി, അവിടുന്ന് വേറെ ആരും എടുത്തോട്ടോ. എനിക്ക് അത്രയുള്ളൂ. ഇതെന്തോ വലിയ നെറ്റ്വർക്ക് ആണിയോ? തൊപ്പിയുടെ ഗ്യാങ് ഹൗസിനകത്ത് ലഹരി കച്ചവടം നടന്നു എന്ന് പറയുന്നത് തൊപ്പിയാണ്. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഡ്രഗ്സ് കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്നതും തൊപ്പിയാണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ദൃശ്യങ്ങൾ കൈവശമുണ്ട് എന്ന് പറയുന്നതും തൊപ്പിയാണ്. പിന്നെ എന്ത് നോക്കി നിൽക്കുകയാണ് കേരള പോലീസ്? സാറേ, എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. തൂഫാന്റെ ഭാഗമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുക. എന്റെ അടുത്ത് അതിന്റെ അഭ്യാസം അല്ലേ? എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കേൾക്കാനോ കാണാനോ പറ്റാത്ത ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ആ ഗ്യാങ്ങിന്റെ തലവൻ തന്നെ പച്ചക്ക് വിളിച്ചു പറയുമ്പോൾ കുഴപ്പമായി തോന്നുന്നത്. എനിക്ക് വയറ് കത്തിട്ട് പാടില്ല, ആകെ കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ലെന്നേ. അവസാനം പോലീസ് പിടിച്ചാലോ? പിടിക്കില്ല. സത്യത്തിൽ ഇതെന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതെന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? എന്തൊക്കെയാണിത്? എന്തൊരവസ്ഥയാണ്? എന്തൊരു ഭീകരമായ ഒരു സിറ്റുവേഷൻ ആണ്. ഞാൻ വിചാരിച്ച പോലെ അല്ല നീ, അതൊക്കെ മേലെ. യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. അയ്യോ, നമ്മള് പെട്ടടാ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? അപ്പൊ ഇറങ്ങട്ടെ മക്കളെ.